ഡിയർ കുഞ്ഞാപ്പൂസ്, നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? ഗ്രീൻസ് തിയർ ആയിരുന്നു അല്ലേ? അതായത് ഗ്രീൻസ് തിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിമ്പിൾ ക്ലോസ്ഡ് കേർവിൽ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് പി ഓഫ് എക്സ് അല്ലേ, പി ഇൻറ്റു ഡി ഓഫ് എക്സ് പ്ലസ് ക്യൂ ഇൻറ്റു ഡി വൈ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ അല്ലേ, ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ മൈനസ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ സംഭവമാണ് എന്നാണ് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ് ഡിസ്കസ് ചെയ്ത് നമ്മൾ ഇവിടം വരെ എത്തി. ഇനി 2-3 ക്വസ്റ്റ്യൻ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം, ഈ സെക്ഷന് കഴിയും. ഓക്കെ, അതിലൊന്നാമത്തെ ക്വസ്റ്റ്യന് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി വർക്ക് ഡൺ ബൈ ഫോഴ്സ്, അതായത് യൂസിങ് ഗ്രീൻസ് തിയറം. അങ്ങനെ തന്നെയാണ് കേട്ടോ ചോദിക്കുക, യൂസിങ് ഗ്രീൻസ് തിയറം. ഓക്കെ, അങ്ങനെ തന്നെ ചോദിക്കുക. ഞാൻ അത് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടില്ല, പക്ഷേ യൂസിങ് ഗ്രീൻസ് തിയറം തന്നെയാണ് ചോദിക്കുക. ഓക്കെ, യൂസിങ് ഗ്രീൻസ് തിയറം തന്നെയാണ് ചോദിക്കുക. ഫൈൻഡ് വർക്ക് ഡൺ ബൈ ഫോഴ്സ് എഫ് ഈക്വൽ ടു 16 minus 16y plus sin x square I cap plus 4 e raised to y plus 3x square j cap acting along a simple closed curve given the below figure. ഈ ഫിഗറിൽ കാണാം, അതായത് C1 എന്ന് പറയുന്നത് y ഈക്വൽ ടു എക്സ് എന്നും ഇങ്ങനെ പോകുന്ന ഈ കേർവ് മൂന്നുകൂടി ജോയിൻ ചെയ്ത കേർവ് ആണെന്ത് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 ആണ് എന്നുള്ളത്. അതിൻ്റെ അർത്ഥം എന്താണ്? ആർ ഈക്വൽ ടു റേഡിയസ് ഈക്വൽ ടു 1 വരെ വരുന്നത് അല്ലേ. ഇപ്പോൾ ഇവിടെ മുതൽ ഇങ്ങനെ നമ്മൾ സർക്കിൾ ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ, സർക്കിൾ ഇങ്ങനെ കട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് കിട്ടും, കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടും എന്താണ്? ഇവിടെ 0 to r എവിടം വരെയാണ് വരിക? 1. ആർ ഈക്വൽ ടു 1 വരെയാണുള്ളത്. അപ്പോൾ ആർ ഈക്വൽ ടു 0 to 1 വരെ കിട്ടുമെന്ന് കിട്ടി. ഓക്കെ, ഇവിടുന്ന് കിട്ടും. അതുപോലെ തന്നെ പിന്നുള്ളത് തീറ്റയാണ്. തീറ്റ ഇവിടെ ഓൾറെഡി എത്ര വന്നിട്ടുണ്ടാവും? π/4 ഉണ്ട്. ഇവിടെ വന്ന് π/4, π/2 ആണ് ഇവിടെ. π/2 പിന്നെയും ഒന്ന് കൂടുതലുണ്ട്. അത് ഇതെത്ര ആയിരിക്കും? π/2 പ്ലസ് π/4, അതായത് 3π/4. ഓക്കെ, വരെയുള്ള തീറ്റയും നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്കിനി ക്വസ്റ്റ്യൻ്റെ ആൻസർ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് വർക്ക് ഡൺ ബൈ ഫോഴ്സ്. അപ്പോൾ വർക്ക് എന്താണെന്നുള്ളതാണ് അല്ലേ സൊല്യൂഷൻ. വർക്ക് എന്താണ് എന്നുള്ളതാണ് നമുക്ക് ആദ്യം പറയേണ്ടത്, എന്താണ് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യേണ്ടത് ആദ്യം. അതിന് വേണ്ടിയിട്ട് ഹിയർ W ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്താണ്? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ആണ്, അല്ലെങ്കിൽ ഡി ആർ. ഓക്കെ, എഫ് ഡോട്ട് ഡി ആർ ആണ് എന്ത് വർക്ക് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് എന്ന് പറയുന്നത് -16y പ്ലസ് സൈൻ എക്സ് സ്ക്വയർ ഐ ക്യാപ് അല്ലെങ്കിൽ എക്സ് സ്ക്വയർ ഡോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആർ ഈക്വൽ ടു എന്താണ്? എക്സ് ഐ ക്യാപ് പ്ലസ് വൈ ജെ ക്യാപ്. അപ്പോൾ ഡോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ കിട്ടുക? ഡി വൈ. അപ്പോൾ ഡി ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡി എക്സ് ഐ ക്യാപ് പ്ലസ് ഡി വൈ ജെ ക്യാപ്പ് ആണ്. ഡോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? അതായത് ഇത് ഐ ക്യാപ്പ് ആണ്, അപ്പോൾ ഇൻറ്റു ഡി എക്സ് പ്ലസ് അടുത്തത് ചെയ്തിട്ടുണ്ടെങ്കിൽ 4 e raised to y പ്ലസ് 3x സ്ക്വയർ ഇൻറ്റു എന്താണ്? ഡി വൈ. ഓക്കെ, ഇതാണ് ആൻസർ കിട്ടുക. ഇനി നമുക്കറിയാം ഗ്രീൻസ് തിയറം പ്രകാരം എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ പിയും ക്യൂവും ഈ മോഡലിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ അല്ലേ എഴുതാൻ പറ്റും. ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ ഇങ്ങനെ എഴുതാൻ പറ്റും അല്ലേ, ഇങ്ങനെ ഇൻറ്റു ഡി എ. ഓക്കെ, ബൈ ഗ്രീൻസ് തിയറം.
ഓക്കെ. അപ്പോൾ ഇവിടെ ഇനി പി എന്താണ് എന്നുള്ളതാണ്. പി ഈക്വൽ ടു നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്, -16y പ്ലസ് ഇനി എന്താണ് സൈൻ എക്സ് സ്ക്വയർ. ക്യൂ എന്താണ് തന്നിട്ടുണ്ട്, ഗിവൺ ആണ്. ക്യൂ ഈക്വൽ ടു എന്താ തന്നിട്ടുള്ളത്, 4e raised to y പിന്നെന്താണ് കുഞ്ഞപ്പോൾ പ്ലസ് 3x². അങ്ങനെയാണെങ്കിൽ ഡോ പി ബൈ ഡോ വൈ ഈക്വൽ ടു എന്താണ്, ഡോ പി ബൈ ഡോ വൈ ഇത് റെസ്പെക്റ്റ് വൈ ആണ് ചെയ്യേണ്ടത്. അപ്പം -16 വൈയിൽ -16 ഉണ്ടാവും പ്ലസ് സൈൻ x² കോൺസ്റ്റൻ്റ് ആയി മാറും, വിത്ത് റെസ്പെക്റ്റ് വൈ ആണ് ചെയ്യുന്നത്, അപ്പോൾ 0. ഓക്കെ. ഇനി അടുത്ത നമുക്ക് ചെയ്യേണ്ടത് ഡോ ക്യൂ ബൈ ഡോ എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 4e raised to y എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും, കാരണം എന്തുകൊണ്ട് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇവിടെ ചെയ്യുന്നത്. therefore 4e raised to y 0 ആവും, ബിക്കം ഡെറിവേറ്റീവ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുക 3x² ഡെറിവേറ്റീവ് ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 6x. ഓക്കെ. therefore ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, w ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ w ഇൻ്റഗ്രൽ ഓവർ ആർ. അതിൻ്റെ മുമ്പ് റീജിയനെ പറ്റിയിട്ടുള്ള ഡിസ്കഷനാണ്. ഇനി ആറ് തീറ്റ ഇവിടെ ആറ് എന്താണെന്ന് വെച്ചിട്ടുണ്ട് എങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇവിടെ റേഡിയസ് സർക്കിളും ഇതും വെച്ചിട്ടേ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതൊരു പ്രത്യേക തരം ക്വസ്റ്റ്യനാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ആർ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എവിടെ മുതലാണ് നോക്കുക. R1 വരെയാണ് പോവുക, എവിടെ മുതൽ ഈ അറ്റത്തിൽ നിന്നും റേഡിയസ് 0യിൽ നിന്നും ഇങ്ങനെ പോയിട്ടുണ്ട് എങ്കിൽ റേഡിയസിൻ്റെ ലെങ്ത് ഇങ്ങനെ കൂടി വരും. അപ്പോൾ 0യിൽ നിന്നും എന്താണ് ഹിയർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു r ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. പ്രത്യേകം ശ്രദ്ധിക്കുക, എങ്ങനെ കിട്ടുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇനി എന്താണ് കിട്ടാനുള്ളത്, തീറ്റ എങ്ങനെ കിട്ടും എന്നുള്ളതാണ്. തീറ്റ ഇതാണ്, തീറ്റ തുടങ്ങുന്നത് തന്നെ ഈ ഇതിൽ നിന്നാണ്, അതായത് ദിസ് ഈസ് ഈക്വൽ ടു π/4. ഇത് π/4 ആണ്. ഓക്കെ, ഇതിൽ നിന്നും തുടങ്ങിയിട്ട് എവിടെ അവസാനിക്കും, ഇതിന് തൊട്ട് മുമ്പ് അവസാനിക്കും, അല്ലെങ്കിൽ π-π/4 അവസാനിക്കും, അല്ലെങ്കിൽ π/2 + π/4 അവസാനിക്കും, ദാറ്റ് ഈസ് 3π/4. ഓക്കെ, അപ്പോൾ നമ്മളുടെ തീറ്റ ഈക്വൽ ടു π/4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3π/4. ഇനി നമുക്ക് ഈ റീജിയനിൽ അപ്ലൈ ചെയ്യാം. ദിസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇറ്റ് ഈക്വൽ ടു ഡോ ക്യൂ ബൈ ഡോ എക്സ്, ദാറ്റ് ഈസ് 6x - 16, ദാറ്റ് ഈസ് -16 അല്ലേ. -16 എന്ന് പറയുമ്പോൾ +16, ദാറ്റ് ഈസ് 16 ഇൻറ്റു dA. ഓക്കെ, ഇനി നമുക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ അല്ലേ dA. അപ്പം ഇവിടെ നമ്മൾ ആറിൻ്റെ കൺസെപ്റ്റ്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനെ മാറ്റണം. തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ π/4 to 3π/4. ഓക്കെ, പിന്നെ അടുത്തതുള്ളത് ആറാണ്, ദാറ്റ് ഈസ് 0 to 1. ഇനി dA അതിനെ മാറ്റണം. എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് ഈക്വൽ ടു എന്താ, ആർ കോസ് തീറ്റ അല്ലേ. വൈ ഇവിടെ തന്നിട്ടില്ല, അതിനെ കൊണ്ട് എന്താണ് 6r കോസ് തീറ്റ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി പ്ലസ് 16 ഇൻറ്റു dA. എന്താണ് dA എന്ന് പറയുമ്പം, dA എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ 6 ഇൻറ്റു dA ഈക്വൽ ടു എന്താണ്, 6 ഇൻറ്റു dr dθ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ആറിൻ്റെ കേസിൽ വിത്ത് പാരാമീറ്റർ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, 6 ഇൻറ്റു dr dθ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനി ഇൻ്റഗ്രൽ അപ്ലൈ 6 ഉള്ളിലേക്ക് എടുക്കാം. അപ്പോൾ എന്താ വരിക, അതായത് π/4 ഇൻറ്റു 3π/4 അല്ലേ. ഇനി 0 to 1 6 ആറിന് ഉള്ളിലേക്ക് എടുക്കുക. ഈ ആറിന് ഉള്ളിലേക്ക് എടുത്താൽ രണ്ടിലും മൾട്ടിപ്ലൈ ചെയ്യണം. 6r² കോസ് തീറ്റ പ്ലസ് 16r² r ഇൻറ്റു dr dθ ഇങ്ങനെ വരും. ഇനി നമുക്കൊരു പേജ് ഇവിടെ ഉണ്ടാക്കാം. ഓക്കെ,
അപ്പോൾ dr d theta. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഇൻ്റഗ്രൽ അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ π/4 to 3π/4 അല്ലേ. ഇനി ആറിനെ കൊണ്ടാണ് ആദ്യം അപ്ലൈ ചെയ്യേണ്ടത്, ഡി ആറിനെ കൊണ്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് കിട്ടുക, 6r² എന്നുള്ളത് r³ cos θ കോൺസ്റ്റൻ്റ് ആണ്, അതങ്ങനെ തന്നെ, പ്ലസ് 16r² എന്നുള്ളത് r² 2 ആവും അല്ലേ. 0 to 1 d θ. ഇനി അപ്ലൈ ചെയ്യാം. 1 അപ്ലൈ ചെയ്തിട്ടുണ്ട്, 0 അപ്ലൈ ചെയ്താൽ 0 0 0 ആവും. 1 അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ കിട്ടുക, 3 ക്യാൻസൽ വിത്ത് 6 ദാറ്റ് ഈസ് 2 അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇൻ്റഗ്രൽ π/4 to 3π/4 അല്ലേ, 2r³ cos θ. ഓക്കെ, r³ പകരം 1 കൊടുത്താൽ എന്താ വരിക, 1 കൊടുക്കുമ്പോൾ 1³ എന്ന് പറയുമ്പോൾ 1 തന്നെ. അപ്പോൾ 2 cos θ പ്ലസ് അല്ലേ, അടുത്തത് വരുന്നത് 2നെ കൊണ്ട് 16 വെട്ടിയിട്ടുണ്ടെങ്കിൽ 8, 1 അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 1 തന്നെ. ഓക്കെ, 0 അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആറിൻ്റെ സ്ഥാനത്ത് 0, 0 ഇൻറ്റു മൊത്തം 0, 0 ഇൻറ്റു ഇത് 0 ആയിപ്പോൾ. ഇനിയുള്ളത് d θ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി തീറ്റ വെച്ചിട്ട് അപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ. ഓക്കെ, അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ കിട്ടുക നോക്കാം. 2 cos θ എന്തായി മാറും, 2 sin θ അല്ലേ, പ്ലസ് 8 θ ഇവിടെ 8 മാത്രമേ ഉള്ളൂ. അപ്പോൾ 8 θ ഇൻ്റഗ്രൽ അല്ലേ. അപ്ലൈ ചെയ്യാം π/4 to 3π/4. ഓക്കെ, ഇനി ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, 3π/4 sin θയിൽ കൊടുത്തിട്ടുണ്ട് എങ്കിൽ -1/2 കിട്ടും. ദാറ്റ് ഈസ് 2 ഇൻറ്റു -1/2. ഓക്കെ, അല്ല സോറി, -1/2 അല്ലല്ലോ കിട്ടുക, 1/2 ആണ് കേട്ടോ അല്ലേ. കാരണം എന്തുകൊണ്ട്, ഇവിടെ പോസിറ്റീവാണ് സൈന്, ഇവിടെയും പോസിറ്റീവാണ് സൈൻ വരിക, കോസാണ് ഇവിടെ നെഗറ്റീവ് വരിക. ഓക്കെ അല്ലേ, 0 ആവും, 1 0, 0 മൈനസ്, ഓക്കെ കോസാണ് വരിക. അപ്പോൾ 1/2 സൈൻ 3π/4 എന്ന് പറഞ്ഞാൽ 1/2, പിന്നെ പ്ലസ് 8 ഇൻറ്റു 3π/4, ഇനി മൈനസ് ഓഫ് 2 ഇൻറ്റു സൈൻ π/2 എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു 1/2 മൈനസ് പിന്നെയും വരും 8 എന്ന് പറയുമ്പോൾ 8π/4. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 1/2 ഇതും ക്യാൻസൽ ആയിപ്പോവും. അപ്പോൾ നമ്മളുടെ ഇവിടെ ഉണ്ടാവുക 8 ഇൻറ്റു 3π/4, 8 കോമൺ ആണ് രണ്ടിലും. അപ്പോൾ ഞാൻ 8 ടേക്ക് ഔട്ട് സൈഡ് മൈനസ് π/4. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുക 3π/4 നിന്നും π/4 പോയാൽ 2π/4. ദാറ്റ് ഈസ് 2 ക്യാൻസൽ വിത്ത് അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടുക എങ്ങനെയാണ്, 8 ഇൻറ്റു 2π/4, 2 ക്യാൻസൽ വിത്ത് 8 ആകുമ്പം 2 കിട്ടും. ദാറ്റ് ഈസ് 2 ഇൻറ്റു 2 4π ആണ് ആൻസർ കിട്ടുക. ഓക്കെ, അപ്പം ഗ്രീൻസ് തിയറം പ്രകാരം ഇതെന്താണ്, 4π ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അടുത്തത് യൂസിങ് ഗ്രീൻസ് തിയറം. ഇതും ഗ്രീൻസ് തിയറം തന്നെയാണ്. യൂസിങ് Green's theorem, evaluate doubling integral over c y x by x square plus dx plus x by x square plus y square dy, where c എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ c1 യൂണിയൻ c2 ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഹോളോടും വരുന്നുണ്ട് അല്ലേ. കുഴപ്പമില്ല. അപ്പം ഇങ്ങനത്തെ അതായത് 2 ക്ലോസ്ഡ് കർവ് വരുന്നുണ്ട് എങ്കിൽ അതിനൊരു പ്രത്യേകത പ്രത്യേകം ശ്രദ്ധിക്കണം. ക്ലോസ്ഡ് കർവ് വരികയാണെങ്കിൽ അവിടെ പ്രശ്നമുണ്ട്. കാരണം ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ഒന്ന് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ആണ് ഉള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായിപ്പോകും എന്ന് വെച്ചാൽ 0 ആയിപ്പോവും കേട്ടോ. അങ്ങനത്തെ കേസിൽ എന്തായിപ്പോവും, 0 ആയിപ്പോവും.
അങ്ങനെയുണ്ട്. അത് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അത് ഇവിടെ തന്നെ നമുക്ക് കിട്ടും. ബൗണ്ടറി ഓഫ് ദി ഷെയ്ഡഡ് ദി റീജിയൻ, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് ഇവിടെ ഗ്രീൻസ് തിയറം പ്രകാരം അല്ലേ നമുക്ക് സൊല്യൂഷൻ കാണാം. സൊല്യൂഷനിൽ ആദ്യം പി എന്താണെന്ന് നോക്കുക. പി ഈക്വൽ ടു എന്താണ്? വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ലേ. ഡി അതുപോലെ തന്നെ ക്യൂ എന്താണ്? ദാറ്റ് ഈസ് എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇനി ഡോ പി ബൈ ഡോ എക്സ് എന്താണ് വരിക? ഡെറിവേറ്റീവ്, ഇത് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദിസ്. അപ്പോൾ എന്താ വരുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് മുകളിലെത്തേത് അല്ലേ? അങ്ങനല്ലേ അല്ലേ? ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? സോറി, ഡോ പി ബൈ ഡോ വൈ ആണ് അല്ലേ. ഡോ വൈ ഇതിൻ്റെ ഡെറിവേറ്റീവ്. അതിൻ്റെ മീനിങ് എന്താണ് കിട്ടുന്നത് നമുക്ക്? ഡെറിവേറ്റീവ് ഓഫ് എന്തായിരുന്നു? ഓക്കെ, ഡെറിവേറ്റീവ് ഓഫ് വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആണ് ഇത് അല്ലേ. ഇതേ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് മുകളിലത്തത്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് വൈ ഇത് മൈനസ് ആണ് കേട്ടോ. മൈനസ് ഉണ്ട്, മൈനസ് വൈ അല്ലേ. മൈനസ് വൈ അല്ലേ? ജസ്റ്റ് യെസ്, ഇവിടെ മൈനസ് വൈ ആണ് കേട്ടോ. ഞാൻ ആ ഗ്രീൻസ് തിയർ എഴുതിയത് കൊണ്ട് അവിടെ വന്നതാണ്. ഇവിടെ മൈനസ് വൈ ആണ്. ഓക്കെ, അപ്പോൾ ഡോ പി ബൈ എന്ന് പറയുമ്പോൾ ഡെറിവേറ്റീവ്, അപ്പം മൈനസ് ഓഫ് ദിസ്. ഓക്കെ, ഇനി മൈനസ്, ഇനി എന്താണ്? വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് താഴത്തത് അല്ലേ. താഴത്തതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ഇല്ല, 0. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ മൈനസ് 2 ഇത് ഇൻറ്റു 2 ഇൻറ്റു വൈ അല്ലേ. വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത് വരിക വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് വൈ സ്ക്വയർ ക്യാൻസൽ ചെയ്യുമ്പോൾ ഒരു എന്താ വരുന്നത്? എന്താ വരുന്നത്? ഇവിടെ ഹോൾ സ്ക്വയർ വരും. ഇവിടെ എന്തോ ഫാൾട്ട് പറ്റിയോ? ഞാൻ അടുത്തടുത്ത് ഫസ്റ്റ് ഇൻറ്റു ഇത് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഡോ പി ബൈ ഡോ വൈ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 1 അല്ലേ. മൈനസ് ഇവിടെ ഉണ്ട്, മൈനസ് ഉണ്ട്. ഓക്കെ, പിന്നുള്ളത് പിന്നെ മൈനസ്. ഓക്കെ ഓക്കെ, ഈ മൈനസിന് അങ്ങ് മാറ്റി നിർത്തുക, എന്നാലേ ശരിയാവും, എന്നാലേ കൺഫ്യൂഷൻ ഒഴിവാകും. ഓക്കെ, ഇങ്ങനെ മൈനസിനെ മാറ്റി നിർത്തുക കേട്ടോ. അതിൻ്റെ അടുത്താണ് തെറ്റ് വരിക. ഓക്കെ, ഇപ്പോഴാണ് റെഡി ആയത്. ഓക്കെ, അപ്പോൾ ഇത് റെഡി. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2y സ്ക്വയർ അല്ലേ, ഡിവൈഡഡ് ബൈ x square plus y square whole square, that is equal to y square 2y square minus y square out, that is minus of x square minus y square, that divided by x square plus y square whole square, that is equal to ഇതിനെ മാറ്റി എഴുതിയിട്ടുണ്ടെങ്കിൽ y square minus x square by x square plus y square. then ഡോ പി കിട്ടി. ഇതേ മോഡലിൽ തന്നെ ഡോ ക്യൂ ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡെറിവേറ്റീവ് എടുത്തിട്ടുണ്ട് എങ്കിൽ ഇത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അങ്ങനെ തന്നെ എടുക്കുക അല്ലേ, ഇൻറ്റു 1 മൈനസ്
അടുത്തത് എന്താണ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സിൻ്റെ വൈൻ്റെ ഉണ്ടാവില്ല ഡോ എക്സിലായതുകൊണ്ട് എക്സ് സ്ക്വയറിൻ്റെത് 2x. അപ്പോൾ ഇതേ ഇൻറ്റു 2x ഡിവൈഡഡ് ബൈ എന്താ ഉണ്ടാവുക എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ. ദിസ് ഈസ് ഈക്വൽ ടു 2x സ്ക്വയർ ആവും. 2x സ്ക്വയർ ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് ഇവിടെ ഡോ പിയും ഡോ ക്യൂവും ഡോ പി ബൈ ഡോ എക്സും ഡോ പി ബൈ ഡോ വൈയും ഡോ പി ബൈ ഡോ എക്സും ഈക്വലാണ്. അതുകൊണ്ട് നമ്മളുടെ ഇൻ്റഗ്രൽ സിമ്പിളായി ഇൻ്റഗ്രൽ ഓവർ സി ഇൻറ്റു അല്ലേ എന്താണ് എക്സ് മൈനസ് വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ dx plus x by x square plus y square dy equal to double integral over r അല്ലേ ഡോ പി ബൈ ഡോ പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല ഡോ ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ഇനി എന്താണ് ഡോ പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡി എ. ദാറ്റ് ഈസ് ഇത് ഈക്വൽ ടു എന്താണ് 0 ആയിപ്പോൾ ദിസ് ഈസ് ബിക്കം 0. ഓക്കെ, ദാറ്റ് മീൻസ് ഇവിടെ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാണ് അതായത് ഇവിടെ നോക്കുക ഇത് ഇങ്ങനെയും ഇത് നേരെ തിരിഞ്ഞിട്ടുമാണ്. അതായത് ഇവിടുത്തെ രണ്ട് കേവുകളുണ്ട്. പക്ഷെ അതിലൊരു കേവ് എന്താണ് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ഒന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ആയതുകൊണ്ട് ആണ് 0 ആയി പോയത് ഗ്രീൻസ് തിയറം പ്രകാരം കേട്ടോ. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അടുത്ത ഹോംവർക്കാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. ഹോംവർക്ക് ഒന്നാമത്തത് കഴിഞ്ഞ ക്ലാസ് ചെയ്തതുപോലെ തന്നെ 2y + 5x dy പിയും ക്യൂവും തന്നിട്ടുണ്ട്, സർക്കിൾ തന്നിട്ടുണ്ട്. എന്താണ് സർക്കിൾ നോക്കുക, r = 5 ആയിട്ടുള്ള സർക്കിളാണ്. r = 5 ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്തിട്ടുണ്ട്. അത് മോഡലിൽ തന്നെയാണ്, കഴിഞ്ഞ ക്ലാസ് ചെയ്ത മോഡലിൽ തന്നെയാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ x² + y² dx 2x² - y dx. അപ്പോൾ പിയും ക്യൂവും തന്നിട്ടുണ്ട്. കാണുക സീൻ്റെ തന്നിട്ടുള്ള നോക്കുക. അതായത് അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് y = x². y = x² എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്താണ് വരിക, y = x². x² എന്ന് പറയുമ്പോൾ ആ ഗ്രാഫ് ഉണ്ടാവുക അല്ലേ, ഇങ്ങനെയാണ് ഉണ്ടാവുക ഗ്രാഫിക്കിൻ്റെ. അതായത് നമുക്കറിയാലോ x² ഗ്രാഫ്. y = 4. y = 4 എന്ന് പറഞ്ഞാൽ 4-ലൊരു വര നേരെ അല്ലേ ഇതിൻ്റെ ഇടയിൽ ബൗണ്ട് ചെയ്യുന്ന റീജിയൻ ഇതാ. ഈ റീജിയൻ്റെ എന്താണ് ഇതാണ് നമുക്ക് ഇതാണ് കാണേണ്ടത്. അപ്പോൾ ഇതും x = ഇവിടെ നോക്കുക x = എന്തുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക. x = 1 ഉള്ളതോ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇത് എടുക്കാം. x = എന്തും x² = 4 x² അതായത് y = 1 വരണം. അതായത് y അതായത് x² = 4 വരണം. which implies എന്തായി മാറും +or- അതായത് x = 2 ആയി കിട്ടും. അപ്പോൾ എക്സിൻ്റെ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 2, എക്സിൻ്റെ ലോവർ ലിമിറ്റ് അതായത് 0 ≤ x ≤ 2 ആണ്. ഇനി ലോവർ ലിമിറ്റ് എങ്ങനെയാണ് കിട്ടുക, അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും കിട്ടി ഒന്നിൻ്റെ. ഇനി അടുത്തതിൻ്റെ വൈൻ്റേത് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് എങ്ങനെയാണ് കിട്ടുക, ഫസ്റ്റ് തുടങ്ങുന്ന ആരാ നോക്കുക, ഈ കുഞ്ഞാപ്പ്. അപ്പം y എന്ന് പറയുന്നത് ഈസ് <= x². ഇനി ഇവിടെ അപ്പുറത്ത് നോക്കുക <= 4. ഇതാണ് ആൻസർ വരിക. ഓക്കെ, അതായത് x² <= 4ഉം എക്സിൻ്റെത് 0 <= 2 അല്ല x <= 2 ട്ടാ ഇതിൻ്റെത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സെയിം മോഡലിൽ തന്നെ. ഇത് സർക്കിളാണ്, അത് നമുക്ക് പെട്ടെന്ന് കിട്ടും. നിങ്ങൾക്കറിയാം പിയും ക്യൂവും കാണാം. ആറും തീറ്റയും അപ്ലൈ ചെയ്താൽ മതി. 0 to r cos θയും r sin θ അപ്ലൈ ചെയ്യുക എക്സിനും വൈക്കും. എന്നിട്ട് r =
ഇതും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് തീറ്റയ്ക്ക് 0 to 2π അപ്ലൈ ചെയ്യാൻ കൊടുക്കാം. ഓക്കെ, ഇനി അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ചെയ്ത മോഡലാണ്. അതായത് ഇത് നമുക്കറിയാം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത്. അതായത് ഇവിടെ തന്നിട്ടുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈക്വൽ ടു ദിസ് ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ്. അതായത് ഇത് ഇങ്ങനെയല്ല, പ്രൂവ് ദാറ്റ് ദിസ്. ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ചില ടൈമിന്. ഇതിന് നമ്മൾ ചെയ്യേണ്ടത് ഒന്നുമില്ല. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ, 4 നാലാമത്തെ ക്വസ്റ്റ്യൻ. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബൈ ഗ്രീൻസ് തിയറം. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പം ഇതിൽ ഗ്രീൻസ് തിയറം എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇൻ്റഗ്രൽ ഓവർ സി എക്സ് ഡി വൈ പ്ലസ് ഇൻ്റഗ്രൽ ഓവർ സി എന്നുള്ളത് തന്നെയാണ് വരിക വൈ ഡി എക്സ്. എക്സ് ഡി വൈ അതായത് വൈ ഡി എക്സ് പ്ലസ് എക്സ് ഡി വൈ ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എന്താണ് വരിക, ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് എന്താണെന്നാ വരിക നോക്കാം, ഡോ പി ബൈ ഡോ അല്ല ഡോ ക്യൂ ബൈ ഡോ എക്സ് അല്ലേ. ഇവിടെ ഡോ പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോ ക്യൂ ആരാണ്, എക്സ് ആണ്. ഇവിടെ ഡോ ക്യൂ എന്ന് പറയുമ്പോൾ ഡോ ക്യൂ ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് ഡോ പി, പി ആരാണ്, വൈ ആണ്. അപ്പോൾ ഡോ പി ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ ആരാണ്, വൈ, ഡെറിവേറ്റീവ് ഓഫ് വൈ 1 തന്നെയാണ്, ഇൻറ്റു ഡി എ. ഇതാണ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, 0 ആണ്. പക്ഷേ ഇതിനെ നമുക്ക് മാറ്റി എഴുതാൻ പറ്റും, വിച്ച് ഈസ് ഈക്വൽ ടു ദാറ്റ് മീൻസ് വിച്ച് ഇംപ്ലൈസ് നമുക്ക് എന്ത് കിട്ടും, ഇതിൽ നിന്ന് നമുക്ക് 2 കൺസെപ്റ്റ്സുകൾ കിട്ടും. എന്താണ് ആ കൺസെപ്റ്റ്സുകൾ എന്ന് വെച്ചാൽ ഒന്ന് ഇതാണ്, അതായത് ഇൻ്റഗ്രൽ ഓവർ സി വൈ ഡി എക്സ് ഈക്വൽ ടു അല്ലെങ്കിൽ പ്ലസ് എക്സ് ഡി വൈ ഈക്വൽ ടു എന്താണ് 0 ഇംപ്ലൈസ് എന്ത് കിട്ടും, ഇൻ്റഗ്രൽ ഓവർ വൈ ഡി എക്സ് അല്ലെങ്കിൽ എക്സ് ഡി വൈ ഈസ് ഈക്വൽ ടു മൈനസ് പുറത്തൊക്കെ കൊണ്ടുവരിക, സമത്തിൻ്റെ പുറത്ത് കൊണ്ടുവന്ന ഇൻ്റഗ്രൽ വൈ ഡി എക്സ് ഇത് കിട്ടും. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് നോക്കാം, എന്താണ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ 1 ഇൻറ്റു ഡി എ ഈക്വൽ ടു എന്തെന്നാവും, ഈക്വൽ ടു ആർ ഡി എ അല്ലേ. അപ്പോൾ എന്താണ്, ഏരിയ അല്ലേ, ദാറ്റ് ഈസ് വിച്ച് ഈസ് ഈക്വൽ ടു ഏരിയ. ഓക്കെ, ഇത് ഈക്വൽ ടു എന്തെന്നാണ് വരിക, ഏരിയ. ഓക്കെ, ഡി എ ഓർ ഡി എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്താണ്, ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യനിങ്. അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത് തന്നെയാണ് ആൻസർ കേട്ടോ, ഇതിൻ്റെ ആൻസറാണ് ഇത്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.